നമസ്കാരം, അക്ഷയ മലയാളിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കുടുംബങ്ങളുടെ സാമ്പത്തിക സാമൂഹിക സ്ഥിതി പരിഗണിച്ചാണ് മഞ്ഞ, പിങ്ക്, നീല, വെള്ള എന്നിങ്ങനെ വിവിധ നിറത്തിലുള്ള റേഷൻ കാർഡുകൾ അനുവദിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഓരോ കുടുംബത്തിന്റെയും സാമ്പത്തിക നിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് റേഷൻ കാർഡുകൾക്കും തരം മാറ്റേണ്ടതുണ്ട്. മുൻഗണന വിഭാഗത്തിൽപ്പെട്ട കാർഡുകൾ കൈവശമുള്ളവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടാൽ അവ സ്വയം സന്നദ്ധരായി ആ കാർഡുകൾ തിരികെ നൽകി നീലയോ വെള്ളയോ ആയ APL കാർഡുകളിലേക്ക് മാറാൻ ബാധ്യസ്ഥരാണ്. അല്ലാത്ത പക്ഷം അനർഹമായി കൈവശം വെച്ച കാലയളവിൽ വാങ്ങിയ റേഷൻ വിഹിതത്തിന് വിപണി വില കണക്കാക്കി പിഴ ഈടാക്കുന്നതാണ്. കൂടാതെ അത്തരം BPL കാർഡുകൾ അധികൃതർ പിടിച്ചെടുക്കുകയും ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് ആ കുടുംബങ്ങളെ വെള്ള കാർഡ് വിഭാഗത്തിലേക്ക് തരം താഴ്ത്തുകയും ചെയ്യും. അതുപോലെ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ BPL റേഷൻ കാർഡായ പിങ്ക് കാർഡിലേക്ക് അർഹരാണെങ്കിൽ സർക്കാർ അപേക്ഷ ക്ഷണിക്കുമ്പോൾ അപേക്ഷിച്ച് BPL റേഷൻ കാർഡിലേക്ക് മാറേണ്ടതാണ്. നിലവിൽ പുതിയ റേഷൻ കാർഡ് അനുവദിക്കുമ്പോൾ എല്ലാവർക്കും വെള്ള കാർഡാണ് നൽകുന്നത്. പിന്നീട് പിങ്ക് റേഷൻ കാർഡിൽ ഒഴിവ് വരുന്നതിനനുസരിച്ച് അർഹതയുള്ളവർക്ക് അപേക്ഷ ക്ഷണിച്ച് മുൻഗണന ഭാഗം പിങ്ക് റേഷൻ കാർഡ് അനുവദിക്കുന്നതാണ്. ഓരോ സംസ്ഥാനത്തെയും മുൻഗണന ഭാഗം കാർഡുകൾക്ക് എണ്ണത്തിൽ കേന്ദ്ര സർക്കാർ ഒരു കോട്ട നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുവാൻ സംസ്ഥാനത്തിന് കഴിയുകയില്ല. അതിനാൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട കുടുംബങ്ങൾ മുൻഗണനാ കാർഡ് തിരികെ നൽകി പൊതുഭാഗം വെള്ളക്കാർഡിലേക്ക് മാറുന്ന ഒഴിവുകളും പൊതുവിതരണ വകുപ്പ് അനർഹരുടെ പക്കൽ നിന്ന് പിടിച്ചെടുക്കുന്ന കാർഡുകളുടെയും ഒഴിവിലേക്കാണ് വർഷത്തിൽ പലതവണ പൊതുഭാഗം നീല വെള്ള റേഷൻ കാർഡുകാരിൽ നിന്നും മുൻഗണനാ റേഷൻ കാർഡിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കാറുള്ളത്. ഈ അവസരത്തിൽ അപേക്ഷ വയ്ക്കുന്ന നീല വെള്ള റേഷൻ കാർഡിലെ അർഹർക്ക് മുൻഗണന ഭാഗം പിങ്ക് റേഷൻ കാർഡുകൾ അനുവദിക്കും. പിങ്ക് റേഷൻ കാർഡുകൾ ലഭിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ അരിയും ഗോതമ്പും ലഭിക്കും. കൂടാതെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ വിവിധ ക്ഷേമ പദ്ധതികളും ആനുകൂല്യങ്ങളും ലഭിക്കും. കുടുംബത്തിന് 5 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മാസം 1000 രൂപ വീതമുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി, കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്നും മാസം തോറും സൗജന്യ കുടിവെള്ളം, വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവും സ്കോളർഷിപ്പുകളും പോലുള്ളവ ലഭിക്കുന്നതിനും മുൻഗണന വിഭാഗം റേഷൻ കാർഡ് ആവശ്യമാണ്. ഇപ്പോൾ നീല വെള്ള റേഷൻ കാർഡുകളിൽ നിന്നും പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുവാനായി സംസ്ഥാന സർക്കാർ വീണ്ടും അപേക്ഷ ക്ഷണിച്ചിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ തവണ അപേക്ഷിച്ചവരിൽ ഭൂരിഭാഗം പേർക്കും പിങ്ക് റേഷൻ കാർഡ് ലഭിച്ചിരുന്നു. പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതിനുള്ള യോഗ്യതകൾ എന്തെന്ന് നോക്കാം. സർക്കാർ പൊതുമേഖല, സഹകരണ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ അവിടെ നിന്നും വിരമിച്ച സർവീസ് പെൻഷൻമാർക്കോ അംഗങ്ങളായുള്ള കുടുംബങ്ങൾക്ക് BPL റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ അർഹതയില്ല. കൂടാതെ പ്രതിമാസം 25,000 രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവർ, 1000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുള്ളവർ, 1 ഏക്കറിൽ കൂടുതൽ പുരയിടമുള്ളവർ, ആദായ നികുതി അടയ്ക്കുന്നവർ, ഏക ഉപജീവന മാർഗമല്ലാത്ത 4 ചക്ര വാഹനമുള്ളവർ എന്നിവർക്കും മുൻഗണന ഭാഗമായ പിങ്ക് കാർഡിന് അപേക്ഷിക്കുന്നതിന് സാധിക്കുന്നതല്ല. മുകളിൽ പറഞ്ഞ നിബന്ധനകൾ ഉൾപ്പെടാത്ത നീല വെള്ള കാർഡ് ഉടമകൾക്ക് ആവശ്യമായ രേഖകൾ സഹിതം മുൻഗണനാ കാർഡിനായി ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്നവരിൽ മാരകമായ അസുഖമുള്ളവർ, അതായത് ക്യാൻസർ, എയ്ഡ്സ്, വൃക്കാരോഗം, ഹൃദ്രോഗം പോലുള്ള അസുഖങ്ങൾ ഉള്ളവർ, അതുപോലെ തന്നെ ഓട്ടിസം ബാധിച്ച കുട്ടികൾ ഉള്ളവർ, നിരാലംബരായ വിധവകൾ, സർക്കാരിന്റെ കീഴിലുള്ള ആശ്രയ പദ്ധതികൾ ഉൾപ്പെടുന്നവർ, പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്തവർ, അവശർ, കിടപ്പു രോഗികൾ എന്നിവരുടെ അപേക്ഷകൾക്കാണ് പ്രഥമ പരിഗണന ലഭിക്കുന്നത്. കൂടാതെ റേഷൻ കാർഡ് ഡാറ്റയിലെ വിവരങ്ങൾക്കനുസരിച്ച് ഓരോ റാങ്ക് പട്ടിക തയ്യാറാക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഈ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുന്നവരുടെ അപേക്ഷകൾ മാത്രമേ പിന്നീട് കാർഡ് മാറ്റുന്നതിന് പരിഗണിക്കുകയുള്ളൂ. അർഹതയുള്ള നീല വെള്ള കാർഡുകാർ വീടിന്റെ തറവിവരം തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം, സ്ഥലത്തിന്റെ ഏറ്റവും പുതുതായിട്ട് അടച്ച നികുതി രസീത്, പഞ്ചായത്ത് സെക്രട്ടറിയുടെ BPL സാക്ഷ്യപത്രം, വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതുപോലെ ഭവന നിർമ്മാണ പദ്ധതി വഴി ലഭിച്ചവർ, ജീർണാവസ്ഥയിലുള്ള വീടുള്ളവർ, വൈദ്യുതി, കുടിവെള്ളം, കക്കൂസ് എന്നിവ ഇല്ലാത്തവർ, അത് തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രവും, പരമ്പരാഗതമായ തൊഴിൽ ചെയ്യുന്നവർ, ക്ഷേമനിധി അംഗത്വത്തിന്റെ പാസ്ബുക്കിന്റെ പകർപ്പ്, മാരക രോഗമുള്ളവർ, അത് തെളിയിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവ കൂടി അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. അക്ഷയ കേന്ദ്രങ്ങൾ വഴി വെബ് സപ്ലൈസ് വകുപ്പിന്റെ സിറ്റിസൺ ലോഗിൻ വഴിയോ ഓൺലൈനായി ഫെബ്രുവരി 13 വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അധികം വൈകാതെ തന്നെ വരും മാസങ്ങളിൽ BPL റേഷൻ കാർഡായ
പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതാണ്. നിലവിൽ സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഏറ്റവും കുറവ് ഭക്ഷ്യവിഹിതം ലഭിക്കുന്നത്. മഞ്ഞ റേഷൻ കാർഡിന് 35 കിലോ അരിയും പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും 5 കിലോ വീതം അരിയും ഗോതമ്പും ഉൾപ്പെടെ എല്ലാ മാസവും സൗജന്യമായി ലഭിക്കുമ്പോൾ നീല റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിലും വെള്ള കാർഡിന് ആകെ 2 കിലോ 1 കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലുമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ലഭിക്കുന്നത്. ഓരോ കുടുംബത്തിനും ഈ വിഹിതം തീരെ മതിയാവുകയില്ല. അതിനാൽ തന്നെ അർഹതയുള്ള നീല വെള്ള കാർഡുകാർ BPL കാർഡിലേക്ക് മാറുന്നതിനായി ഫെബ്രുവരി 13 വൈകിട്ട് 5 മണിക്ക് മുമ്പായി അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.